ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ട് ടോപ്പും ലെങ്തി ടോപ്പും പിന്നെ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. അതിൽ മെയിനായിട്ട് കാണിക്കുന്നത് കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമ്മൾ അതിന് ടോപ്പ് കട്ട് ചെയ്യാണ്. അപ്പോൾ ടോപ്പിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി യോക്കിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തു. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ പോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും ഒന്ന് മെഷർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അത് ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ രീതിയിൽ. പിന്നെ നമ്മൾ ആ ഒരു മാർക്ക് അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ ക്ലോത്തുമ്മൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ക് യൂസ് ചെയ്തിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ആദ്യം നമ്മൾ വിഡ്ത്ത് മെഷർ ചെയ്തിരുന്നു. അതിനനുസരിച്ച് വൺ സൈഡിലുള്ള ടോട്ടൽ വിഡ്ത്തിൻ്റെ 1/4 എടുത്തിട്ട് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി. പിന്നെ സീം അലവൻസും യൂസ് ചെയ്തിട്ട് ഒന്ന് അതും കൂടി കൂട്ടിയിട്ടാണ് ടോപ്പിൻ്റെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കൽ. അപ്പോൾ പിന്നെ നമ്മൾ നെക്ക് വിഡ്ത്ത് അതേപോലെ ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് അതേപോലെ കുറച്ച് വീതി ഉള്ള ഒരു ടൈപ്പാണ്. അതേപോലെ തന്നെ നെക്കിൽ നമ്മൾ കോളറാണ് കൊടുക്കുന്നത്. അതായത് സാധാരണ നോർമൽ കോളറല്ല, ഒരു കോട്ടിൻ്റെയൊക്കെ കോളർ പോലെ തന്നെ എക്സ്ട്രാ പീസ് പുറത്തേക്ക് വെച്ചിട്ട് നമ്മൾ സാധാ കട്ട് ചെയ്യണ പോലെ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെക്കിൻ്റെ റൗണ്ടോ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ അപ്പോൾ നെക്കൊന്നും ചെയ്യാനില്ല, സാധാരണ അങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ ഷോൾഡർ എടുത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ നമ്മൾ താഴേക്ക് ഒരു ആം ഹോള് കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ നമ്മളൊന്ന് കുറച്ചെടുത്ത് എന്നിട്ട് ചെരിച്ചിട്ടാണ് ഷോൾഡർ കട്ട് ചെയ്യൽ. അതിന് ശേഷം നമ്മൾ ആം ഹോളൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അളവ് തന്ന ടോപ്പിനൊന്ന് ഒന്നുകൂടി മെഷർമെൻറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സൈഡ് സീം ഒന്ന് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് ഇട്ടിട്ട് ആദ്യം നമ്മൾ സാധാരണ വീതി അടയാളപ്പെടുത്തി. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ആണ് നമ്മൾ സീം അലവൻസ് ഇടൽ. അപ്പോൾ അതൊന്നും കൂടി തയ്യൽ തുമ്പ് എന്ന് പറയും. അപ്പോൾ അതൊന്നും കൂടി വരച്ചു കൊടുത്തു. ഇനി അതിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്യാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നെക്ക് നമ്മൾ കട്ട് ചെയ്യണില്ല. ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നെക്ക് ഒരു റൗണ്ടോ ഏത് കഴുത്തും കട്ട് ചെയ്യണില്ല, ജസ്റ്റ് അങ്ങനെയൊന്ന് ഇട്ടിട്ട് കട്ട് ചെയ്യാണ്. നമ്മളത് കട്ട് ചെയ്തെടുത്തു യോക്ക്. ഇനി നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റൊക്കെ ഒന്ന് എടുത്തു. നമ്മൾ 8 ഇഞ്ച് ആണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബസ്റ്റ് പോയിൻറ്റിലേക്ക് 8 ഇഞ്ചായിരിക്കും. അപ്പോൾ അതും പിന്നെ ഒരു ഫ്രണ്ടിൽ ഒരു 10 ഇഞ്ചാണ് ഒരു നമ്മൾ ബസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് വരലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് വരച്ചെടുത്തു. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് യോക്കിൻ്റെ ഫ്രണ്ട് യോക്കിൻ്റെ, കാരണം നമ്മൾ ഫ്രണ്ട് ഓപ്പണുള്ള ടോപ്പാണ്, പോരാത്തതിന് കോളറാണ്. അപ്പോൾ നമ്മൾ ആദ്യം കോളറിന് ഒരു സ്യൂട്ടിൻ്റെ ടൈപ്പൊക്കെ ഉള്ള കോളറാണ്, കാരണം നമ്മൾ വേറെ നെക്കിൻ്റെ അതേപോലെ ഒന്നും കട്ട് ചെയ്യാതെ ആ ഒരു പീസ് തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് മടക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലത്തെ ടൈപ്പാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനായിട്ട് നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ അതിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് നോർമൽ സ്ലീവ് തന്നെ, സാധാരണ ഒരു സ്ലീവ് തന്നെ. അപ്പോൾ അത് അനുസരിച്ച് ആ സ്ലീവിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 4 മടക്കി പിന്നെ അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെഷർമെൻ്റ് എടുത്തിട്ട്. അടുത്തത് നമ്മളൊന്ന് യോക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്ത് കൊടുത്ത ആ ഭാഗവും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലൊന്ന് ഡാട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ പാനലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, താഴേക്കുള്ള പോർഷന്. അപ്പോൾ അത് 3 പീസായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അത് ജോയിൻ ചെയ്തു. അതിന് ശേഷം സ്ലീവും വെച്ചു, പിന്നെ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക് ടോപ്പിൻ്റെ. അപ്പോൾ പിന്നെ അതേപോലെ കോളറൊന്ന് ലാസ്റ്റാണ് കംപ്ലീറ്റ് ചെയ്തത്. കോളറിന് ഇതേപോലെ വേറെ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. ഇന്നർ സൈഡിൽ നിന്ന് ഔട്ടർ സൈഡിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ വെച്ചു നമ്മൾ. അതേപോലെ തന്നെ ഇതിന് ഹൈലൈറ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ ഓപ്പൺ വരെയൊക്കെ ഒരു 4 കോളറിൽ നിന്ന് തുടങ്ങിയിട്ട്, കോളർ ഓപ്പണിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ എൻഡിങ്ങിൽ വരെയായിട്ട്, യോക്ക് എൻഡിങ് വരെ ആയിട്ട്. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക്. പാൻറ്റും അതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എലാസ്റ്റിക്കൊക്കെ ഉള്ള. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.